നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം തിരുവോണം നക്ഷത്രത്തെ കുറിച്ചാണ്. തിരുവോണം നക്ഷത്രക്കാരുടെ 2026 വർഷത്തെ ഫലങ്ങളാണ് പറയുന്നത്. ഈ ഫലങ്ങളെക്കാൾ ഉപരി 2026 വർഷം ഈ തിരുവോണം നക്ഷത്രക്കാർ എന്തൊക്കെ ശ്രദ്ധിച്ചു പോകണമെന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന്മവർഷവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ തിരുവോണം നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ പറയുകയാണ്. രത്നങ്ങളൊക്കെ ധരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി നൽകുന്ന രത്നം എന്ന് പറയുന്നത് മാണിക്യവും ഇന്ദ്രനീലവുമാണ്. കൂടാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ യാത്രകളൊക്കെ പുറപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉണർന്നെഴുന്നേറ്റാൽ ഉടനെ വിഷ്ണുദേവനെ സ്മരിക്കുന്നതും ആരാധിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. അത് നിങ്ങളുടെ ആ ദിവസത്തെ ജീവിതം വളരെ സന്തോഷപ്രദമാക്കുവാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഫലത്തിലേക്ക് കടക്കുകയാണ്. അതുമായിട്ട് ജനുവരി ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് ഒരു സമ്മിശ്ര ഫലമാണ് ഉളവാക്കുന്നത്. വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നതാണ്. കുടുംബത്തില് വളരെയധികം സന്തോഷവും കൂടാതെ ധനലാഭവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. എന്നാൽ ചില സമയങ്ങളിൽ അനിഷ്ടങ്ങളായ പല കാര്യങ്ങളും, അതായത് നമ്മളുടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. അത് വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ കൈകാര്യം ചെയ്യുവാന്. അതുപോലെ തന്നെ ഫെബ്രുവരിയിലേക്ക് എത്തുമ്പോൾ സാമ്പത്തിക ഇടപാടുകൾ ഗുണകരമാവില്ല. അതുകൊണ്ട് കടം കൊടുക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട് ചില ആപത്തുകളിൽ നിന്നൊക്കെ നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നുണ്ട്. ഫെബ്രുവരിയിൽ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ചില സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടലെടുക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിജയമുണ്ടാകുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ആ അവസരങ്ങളെ നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതേ നമ്മൾക്ക് പറയാനുള്ളൂ. എന്നാൽ ഫെബ്രുവരി അവസാനത്തോടുകൂടി ചില ഉറ്റമുത്രങ്ങൾ എതിർചേരിയിലേക്ക് മാറുന്നത് വിഷമകരമായിട്ടുള്ള ചില അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് സൃഷ്ടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. ചെറിയ ശത്രുശല്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ജനുവരി 4, 9, 14, 20, 26 തീയതികൾ വളരെ ശുഭകരമാണ്. അതുപോലെ തന്നെ ഫെബ്രുവരി 1, 8, 14, 19, 26 തീയതികളും വളരെ ശുഭകരമാണ്. മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് വരുമ്പോൾ വാക്കും പ്രവൃത്തിയും എല്ലാം ഫലപ്രദത്തിൽ വരുന്നതാണ്. ഉദ്യോഗത്തിലൊക്കെ സ്ഥാനക്കയറ്റമൊക്കെ ഉണ്ടാകുന്നതാണ്. കൂടാതെ സ്ഥലം മാറ്റമൊക്കെ വരുന്നതാണ്. തൊഴിൽ തേടുന്നവർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ്. ആഗ്രഹിച്ച തൊഴിലൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കർമ്മ മേഖലയിലൊക്കെ അത്യപൂർവമായിട്ടുള്ള ഒരു വളർച്ച നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ബിസിനസ്സിലൊക്കെ വളരെയധികം വളർച്ച ഉണ്ടാകുന്നതാണ്. മാതാപിതാക്കളുടെയൊക്കെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഗണിക്കാൻ സാധിക്കുന്നതാണ്. ആത്മീയമായിട്ടുള്ള ചില ചിന്തകളൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. പ്രതിസന്ധിയിലൊക്കെ നിങ്ങൾ തളരാതെ പ്രവർത്തിച്ച് അതെല്ലാം തരണം ചെയ്യാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് വിദേശ യാത്രയ്ക്കൊക്കെയുള്ള ഒരു യോഗമുണ്ട് ഈ സമയത്ത്. വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സഫലമാകുന്നതാണ്. വളരെ കാലമായിട്ട് ഏറ്റെടുത്തിട്ട് പൂർത്തിയാക്കാൻ കഴിയാത്ത ചില ദൗത്യങ്ങളൊക്കെ നിങ്ങൾ പൂർത്തീകരിക്കുന്നതാണ്. മാർച്ച് ഏപ്രിൽ മാസത്തില് വിദ്യാർത്ഥികൾക്ക് വളരെയധികം മേന്മയുള്ള സമയമാണ്. പരീക്ഷാധികാരികളിലൊക്കെ ഉന്നത വിജയം നേടാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണത ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്നാൽ അസമയത്തുള്ള ചില യാത്രകൾ ഒഴിവാക്കണം. കാരണം ഇഴജന്തുക്കളിൽ നിന്നൊക്കെ ഒരു ആക്രമണം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ്. ബന്ധുക്കളുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ആത്മസംതൃപ്തിയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഈ മാർച്ച് ഏപ്രിൽ മാസം നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് വളരെ മേന്മയാണ്. പുതിയ പുതിയ തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. കുടുംബത്തില് ആഹ്ലാദമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ സംജാതമാകുന്നതാണ്. മാർച്ച് 2, 5, 11, 13, 25 തീയതികളും ഏപ്രിൽ 5, 9, 13, 17, 21, 29 തീയതികളും വളരെ ശുഭകരമാണ്. കാളിദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലൊരു കാര്യമാണ് ഈ സമയത്ത്. മെയ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ അവസരങ്ങളൊക്കെ നിങ്ങൾ
പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. അധ്വാനത്തിനൊക്കെ ഫലമുണ്ടാകുന്നതാണ്. ചില രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മാറിപ്പോകുന്നതാണ്. കൂടാതെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകുന്ന ഒരു സമയമാണ്. ജീവിത പങ്കാളിയുമായിട്ടുള്ള ഐക്യമൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാരൊക്കെ ഒന്നു ചേരുവാനുള്ള ഒരു സമയമാണ്. മേലധികാരികളുടെയൊക്കെ പ്രീതി സമ്പാദിക്കുന്നതാണ്. പ്രതിസന്ധികളെ നിഷ്പ്രയാസം തരണം ചെയ്യാനൊക്കെ നിങ്ങൾക്ക് കഴിയുന്നതാണ്. വളരെ അസാധാരണമായിട്ടുള്ള വ്യക്തിത്വമുള്ളവരുമായിട്ട് പരിചയപ്പെടാനൊക്കെ നിങ്ങൾക്ക് അവസരമുണ്ടാകും. ആ വഴി നിങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുവാനും കഴിയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് പുതിയ പുതിയ ആളുകളെയൊക്കെ പരിചയപ്പെടുമ്പോൾ ആ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുക. മനസ്സിനെ അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കും ഈ സമയത്ത് പരിഹാരമുണ്ടാകുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. കലാകാരന്മാർക്കും കായിക രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ഒക്കെ കാലം വളരെ അനുകൂലമാണ്. കൃഷിയിലൊക്കെ മെച്ചപ്പെട്ട വിളവുണ്ടാവുന്നതാണ്. കൃഷിക്കാർക്കൊക്കെ കാലം വളരെ അനുയോജ്യമാണ്. പുതിയ ഭവനമൊക്കെ നിർമ്മാണം തുടങ്ങി വയ്ക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നതാണ്. ഈ സമയത്ത് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. മെയ് 3, 8, 16, 17, 24, 27 തീയതികളും ജൂൺ 9, 10, 17, 21, 23, 27 തീയതികളും വളരെ ശുഭകരമാണ്. ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ മാതാവിൽ നിന്നോ മാതൃസ്ഥാനത്ത് ഉള്ളവരിൽ നിന്നോ ഒക്കെ കൂടുതൽ ഗുണം കാണുന്നുണ്ട്. ഈ മാസവും ഭവന ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പുതിയ ഭവനം വാങ്ങുകയോ പുതിയ ഭവനം പണിയുവാനോ ഒക്കെയുള്ള ഒരു സമയമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. തിരുവോണം നക്ഷത്രക്കാര് മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയങ്ങള് ഭവനമില്ലാത്തവരൊന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭവനം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒത്തുവരുന്നതാണ്. അതുകൊണ്ട് അതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സുഖ സൗകര്യങ്ങൾക്കൊക്കെ പുതിയ വഴികള് നിങ്ങൾ കണ്ടെത്തുന്നതാണ്. അസാധാരണമായിട്ടുള്ള മാർഗങ്ങളിലൂടെ നിങ്ങൾ ധനം സമ്പാദിക്കും. അത് ഒരു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ല, എന്നാൽ മറ്റുള്ളവര് നിന്നും വിഭിന്നമായിട്ട് നിങ്ങൾ ധനമാർഗം ഉണ്ടാക്കുന്നതാണ്. ഒന്നിലധികം ധനമാർഗം നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ്. നീതിയുടെയും നിയമങ്ങളുടെയും ഗുണം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ മനസ്സന്തോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ്. നഷ്ടപ്പെട്ട ആഭരണങ്ങളൊക്കെ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത നിങ്ങൾക്കുള്ളത് അത് അബദ്ധത്തിന് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, അതായത് തൊഴിലായാലും ബിസിനസ് ആയാലും, അതിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തൊഴിലിൽ നിന്നും ബിസിനസ്സിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു വരുമാനം ഉണ്ടാവുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ വളരെയധികം ഉയർച്ച കാണുന്നുണ്ട്. സ്കോളർഷിപ്പോടുകൂടി വിദേശ പഠനമൊക്കെ നിങ്ങൾക്ക് സംജാതമാകുന്നതാണ്. ഈ ഓഗസ്റ്റ് മാസം അവസാനമാകുമ്പോഴേക്കും ബന്ധുജനങ്ങളുമൊക്കെ ആയിട്ട് പിണങ്ങിക്കഴിയേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ജൂലൈ 2, 8, 16, 19, 27, 30 തീയതികളും ഓഗസ്റ്റ് 10, 12, 13, 23, 29 തീയതികളും വളരെ ശുഭകരമാണ്. ധനവരവ് കൂടുന്നത് കൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വരവിനനുസരിച്ച് ചെലവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് പണം വരുന്നത് കൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ചില ചിലവുകളൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. മനസ്സും ശരീരവുമൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചിന്തിച്ച് അസ്വസ്ഥമാക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കൂടാതെ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകളിൽ നിങ്ങൾ ചെന്ന് ചാടുന്നതാണ്. മാതാപിതാക്കളുടെ രോഗം മനക്ലേശത്തിനൊക്കെ ഇടവരുത്തുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ചില പ്രവൃത്തികളൊക്കെ നിങ്ങൾക്ക് നിരാശ സമ്മാനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മാസം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ ഈ മാസം നിങ്ങൾക്ക് വിവാഹഭാഗ്യം വരുന്നുണ്ട്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹത്തിനൊരു സമയമാണിത്. ഈ വർഷം 2 പ്രാവശ്യമാണ് നിങ്ങൾക്ക് വിവാഹ സമയം വരുന്നത്. ഉറ്റ ബന്ധുക്കള് പലരും എതിർചേരിയിൽ ചേരുവാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ നിങ്ങളെ അലട്ടാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അതൊക്കെ നിങ്ങൾക്ക് അസ്വസ്ഥതയ്ക്ക് വഴിയൊരുക്കുന്നുണ്ട്. നിങ്ങളുടെ അനാവശ്യ ചിന്തകളിൽ നിന്നാണ് നിങ്ങളുടെ മനസ്സ് എടുക്കുകയും അതിൽ നിന്ന് രോഗത്തിലേക്ക് പോകുവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്.
അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. നാൽക്കാലികളിൽ നിന്നൊക്കെ ധനലാഭം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. സ്വയം തൊഴിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു സമയമാണ് ഒക്ടോബർ മാസം. ഈശ്വര ചിന്തയൊക്കെ വർദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പുണ്യസ്ഥലം സന്ദർശിക്കാനൊക്കെ സമയം കണ്ടെത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ്. മനസ്സിനും ശരീരത്തിനും ആത്മാവിനുമൊക്കെ അതൊരു കുളിര് നൽകുന്ന അനുഭവമായിരിക്കും. അതിനെല്ലാം ഒന്ന് സ്വസ്ഥമാക്കാൻ പറ്റുന്ന ഒരു അവസരമായിരിക്കും. സെപ്റ്റംബർ 5, 6, 11, 13, 18, 25 തീയതികളും ഒക്ടോബർ 8, 10, 13, 17, 21 തീയതികളും വളരെ ശുഭകരമാണ്. പാർവതി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്താൽ വളരെ നല്ലതായിരിക്കും. നവംബർ, ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ധനവരവ് വീണ്ടും മെച്ചപ്പെടുകയാണ്. ഈശ്വര അനുഗ്രഹം വളരെ കൂടുതലായി ഉണ്ടാകുന്നതാണ്. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ കടബാധ്യതകളിൽ ചെന്ന് ചാടുന്ന ഒരു രീതി കാണുന്നുണ്ട്. ഒരുപാട് വലിയ സംരംഭങ്ങൾക്കൊന്നും നിങ്ങൾ പോകാതിരിക്കുക. കടമെടുത്തുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ധനം വന്നു ചേരുന്നുണ്ട്. അതുകൊണ്ട് ഇരട്ടിയുടെ ഇരട്ടിയൊക്കെ വന്നു ചേരുവാനായിട്ടൊരു തലയ്ക്ക് മത്ത പിടിച്ച പോലുള്ള ഒരു യാത്ര അത് പാടില്ല. പണം അത് ഒരു ചക്രം പോലെയാണ്. ധനലക്ഷ്മി ഇന്ന് നമ്മളുടെ കൂടെ ആണെങ്കിൽ നാളെ മറ്റൊരാളുടെ കൂടെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. ധനലക്ഷ്മിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക. അതിനെ ആർത്തിയോടെ നോക്കാതെ സ്നേഹത്തോടെ പരിപാലിക്കുക. ഇഷ്ടജനങ്ങളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള സ്നേഹം സംശയത്തിനൊക്കെ ഇടവരുത്തുന്നതാണ്. നിങ്ങളുടെ സ്തുതി പാഠകരുടെയൊക്കെ ശല്യം കൂടുന്നുണ്ട്. നിങ്ങൾ അതിൽ വീണു പോകാതിരിക്കുക. നിങ്ങളുടെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നൊക്കെ മാറുന്നതാണ്. ജീവിത പങ്കാളിയുമായിട്ട് വളരെയധികം സൗഹൃദത്തിൽ പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും. ഓഹരി ഇടപാടുകളിലൊക്കെ ധനലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കേസരി യോഗമൊക്കെ ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. അതെല്ലാം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് സഹായകമാകുന്നതാണ്. ഈ ഒരു വർഷം തിരുവോണം നക്ഷത്രക്കാരുടെ എടുക്കുകയാണെങ്കിൽ ധനപരമായിട്ട് വളരെയധികം നേട്ടമുള്ള ഒരു സമയമാണ്. എടുത്തു പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് നിങ്ങൾ കടിഞ്ഞാണിട്ട് നിർത്തിക്കഴിഞ്ഞാൽ വളരെ ഉയർച്ചയുള്ള ഒരു സമയമാണ്. വളരെ നോക്കിയും കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെയധികം ശോഭനമാകുന്നതാണ്. നവംബർ 1, 7, 12, 13, 19, 20 തീയതികൾ വളരെ ശുഭകരമാണ്. അതുപോലെ തന്നെ ഡിസംബർ 8, 12, 17, 20, 25 തീയതികളും വളരെ ശുഭകരമാണ്. ഈ സമയത്ത് വിഘ്നങ്ങളൊക്കെ മാറിക്കിട്ടുവാനായിട്ട് വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഈ മേൽ പറഞ്ഞിരിക്കുന്നത് തിരുവോണം നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. ഇത് സൂര്യദീപം അസ്ട്രോളജിയുടെ ആചാര്യന്മാര് തിരുവോണം നക്ഷത്രത്തിന്റെ സ്ഥാനവും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനവും ഒക്കെ വെച്ച് അപഗ്രഥിച്ചെടുത്ത ഒരു ഫലമാണ്. അതുകൊണ്ട് തന്നെ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജന്മസമയത്തില് വ്യത്യാസം ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ ഫലത്തില് അവരുടെ ജന്മസമയം അനുസരിച്ച് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നതാണ്. എന്നിരുന്നാലും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാണ്. കാരണം ഇത് തിരുവോണം നക്ഷത്രത്തിന്റെ പൊതുഫലമായതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. വളരെയധികം വിജയമുണ്ടാകുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.